ഹലോ, ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഇടിയപ്പം എങ്ങനെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് ചെയ്യാറുള്ളതാണ് എല്ലാവരും. ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. കാരണം എല്ലാവരും തന്നെ ഇപ്പോൾ പലരും ചപ്പാത്തി കഴിച്ച് മടുത്തവരായിരിക്കും. ഗോതമ്പ് പൊടി കൊണ്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുന്നവരുണ്ടാവും. അത് സോഫ്റ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, പലരും അത് സോഫ്റ്റ് ആവുന്നില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച ഗോതമ്പ് പൊടിയാണ്. വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമാണല്ലോ. അതൊന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് വറുക്കണ്ട. നമ്മൾ പൊടി മൊത്തത്തിലൊന്ന് ചൂടാവണം, അത്രയും ചെയ്താൽ മതി. ഒരുപാട് സമയമെടുത്ത് വറുക്കണ്ട. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കൈയെടുക്കാതെ വറുത്തെടുക്കുക. വറുക്കാതെയും പലരും ചെയ്ത് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും പെർഫെക്റ്റായിട്ട് ഇത്രയും സോഫ്റ്റായിട്ടൊന്നും വരില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. മാത്രമല്ല നമ്മൾ വാങ്ങിക്കുന്ന പൊടി, ആട്ടയായിട്ട് വാങ്ങിക്കുന്ന പൊടി കൊണ്ടും പലരും ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതാണ്. പിന്നെ ചിലരൊക്കെ പച്ചവെള്ളത്തിൽ കുഴയ്ക്കാറുണ്ട് എന്ന് പറയണ കേൾക്കാം. പക്ഷേ എപ്പോഴും നമ്മളിത് നല്ല ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ സോഫ്റ്റായിട്ട് വരിക. നമ്മൾ അരിപ്പൊടി കൊണ്ടായാലും അങ്ങനെയാണല്ലോ. അരിപ്പൊടി കൊണ്ട് ചെയ്യുമ്പോഴും നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലാവുമ്പോഴാണ് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് വരിക. ശരിക്കും നല്ല ടേസ്റ്റിയാണത്, നല്ലൊരു വെറൈറ്റിയാണ്. ചപ്പാത്തി കഴിച്ച് മടുത്ത ആൾക്കാർക്ക് ഒക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഗോതമ്പ് പൊടി പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പരീക്ഷിക്കാവുന്നൊരു സംഭവമാണ്. ഒരുപാട് സമയം വറുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. എല്ലായിടത്തും ഒന്ന് ചൂടാവണം, അത്രയേ ഉള്ളൂ. ഞാനത് വറുത്തെടുത്തു, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി തിളച്ച വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നല്ല തിളച്ച വെള്ളം ഞാൻ അടുപ്പത്ത് നിന്ന് നേരെ എടുത്തതാണ്. അതിൽ കുഴച്ചെടുക്കണം. കുറേശ്ശെ ഒഴിക്കുക. അപ്പോൾ കറക്റ്റായിട്ടൊരു കണക്കൊന്നും ഞാൻ പറയുന്നില്ല, പല പൊടിക്കും പല പോലെ ആയിരിക്കും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ച് നോക്കുക. ചപ്പാത്തീനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം. ചപ്പാത്തി ഇരിക്കണം അത്രയും ടൈറ്റായിട്ട് വേണ്ട. ഒരുപാട് ടൈറ്റായിട്ടുള്ള മാവായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് 7 ആഴിയിലൂടെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയിട്ട് വേണം ചെയ്യാൻ. ചപ്പാത്തി കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ കഴിപ്പിക്കാൻ നല്ലൊരു ഐഡിയ ആണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി കുറച്ചുകൂടി ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ചപ്പാത്തി കഴിക്കാൻ മടിയായിരിക്കും. പക്ഷേ ഇതിങ്ങനെ നൂഡിൽസ് പോലെയൊക്കെ ഇരിക്കുന്ന കാരണം ഇടിയപ്പാവുമ്പോൾ കഴിച്ചോളും. നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യണത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ചുകൂടി ചപ്പാത്തീനേക്കാളും കുറച്ച് ലൂസാവണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൂസായിട്ടില്ലെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്കത് പിഴിഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാത്രം കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് ഒന്ന് അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ഒന്നും തടവി കൊടുക്കുക. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. എണ്ണയൊക്കെ എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ ഒന്നുകൂടി കുഴച്ച് കൊടുക്കുക. അത് നമ്മൾ സാധാരണ പോലെ തന്നെ 7 ആഴിയിൽ അതിലേക്ക് നിറച്ച് കൊടുക്കുക. ശരിക്ക് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ തട്ടിലല്ല, ഇഡ്ഡലി തട്ടിലാണ്. ഇടിയപ്പത്തിൻ്റെ തട്ടാണെങ്കിൽ ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് 4 തട്ടിൽ കറക്റ്റായിട്ട് ഉണ്ടാക്കാനുള്ള മാവാണിത് ഉണ്ടാവുക. ഞാൻ പക്ഷേ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ ചെറിയ തട്ടിലാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ചിലരൊക്കെ ഇങ്ങനെ എണ്ണ തടവി കൊടുക്കാറുണ്ട് ഈ 7 ആഴിയുടെ ഉള്ളിൽ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ എന്നാലും കിട്ടും. ഈസി ആയിട്ട് തന്നെ നമുക്ക് അരിപ്പൊടിയേക്കാളും ഈസി ആയിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ പൊടിയൊന്ന് വറുത്തിട്ടുള്ളത് കാരണം, അതുപോലെ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ച കാരണം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മാവ് ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാൽ രക്ഷയില്ല, സാവധാനത്തിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഇറുകി നിൽക്കും അത്.
വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിർബന്ധമൊന്നുമില്ല. പിന്നെ അതിൻ്റെ താഴെ തേങ്ങ ചിരവിയത് ഇങ്ങനെ വെതറി കൊടുക്കണ അങ്ങനെയും ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കറിയുടെ കൂടെ കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പിഴിഞ്ഞ് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് തേങ്ങ വെതറി കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ മൊത്തം ചെയ്തെടുത്തു. എനിക്കിങ്ങനെ 8 എണ്ണമാണ് കിട്ടിയത്. ഇതിപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ടിലാണ്, പരന്നിട്ടുള്ള തട്ടുണ്ടല്ലോ പ്ലേറ്റ് പോലുള്ള, അതിലാണെങ്കിൽ കറക്റ്റ് 4 എണ്ണമാണ് ഉണ്ടാവുക. ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ വെച്ചു. ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ട് വെള്ളം തിളച്ചു തോന്നിയാൽ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കുക. ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആവും, അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കറി കൂട്ടി കഴിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യണവർക്ക് ഗോതമ്പ് കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാവും. എന്ത് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാം, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്